ബാങ്കുകൾക്കും അർബൻ ബാങ്കുകൾക്കുമുള്ള അധികാരങ്ങൾ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നൽകണമെന്ന് എംപിമാർ ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. പണം വാങ്ങുന്നതിന് ജില്ലാ ബാങ്കുകൾക്കുണ്ടായിരുന്ന അധികാരം പിൻവലിച്ച റിസർവ് ബാങ്കിന്റെ നടപടി പിൻവലിക്കണം. കാർഷിക പ്രാഥമിക സഹകരണ സംഘങ്ങളെയും ഒഴിവാക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞതായി എ.കെ. ആന്റണി അറിയിച്ചു. പൊതുവിൽ വളരെ മാതൃകാപരമായി നടത്തുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ. അതുകൊണ്ട് ചില സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതിൻ്റെ പേരിൽ നന്നായി നടത്തുന്ന കേരളത്തിൽ ദ്രോഹിക്കരുത്. കേരളത്തിലെ ജനങ്ങളുടെ പ്രയാസം പരിഹരിക്കണം. കാര്യം നീണ്ടുപോയാൽ ഒരുപക്ഷെ പല ഭാഗത്തും പട്ടിണി മരണം പോലും ഉണ്ടാകുന്ന സാധ്യതയാണ്. കേരളത്തിന് മാത്രമായി ഇളവ് അനുവദിക്കാൻ കഴിയില്ലെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിലെ സംഘങ്ങൾ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സംഘങ്ങളുടെ പ്രവർത്തനം തൃപ്തികരമായ രീതിയിലല്ല നടക്കുന്നതെന്നും ജെയ്റ്റ്ലി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ നിന്നുള്ള BJP അംഗം സുരേഷ് ഗോപിയെയും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. രാവിലെ 10:15-നായിരുന്നു ധനമന്ത്രി ആദ്യം സമയം നൽകിയിരുന്നത്. എന്നാൽ അത് പിന്നീട് നീട്ടുകയായിരുന്നു. 10:15-ന് നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയ്ക്ക് സുരേഷ് ഗോപി പാർലമെന്റ് മന്ദിരത്തിലെ ധനമന്ത്രിയുടെ മുറിക്ക് സമീപം എത്തിയിരുന്നു. കേരളത്തിലേക്ക് ഉച്ചയ്ക്ക് മടങ്ങേണ്ട സാഹചര്യത്തിൽ നീട്ടിവെച്ച കൂടിക്കാഴ്ചയ്ക്ക് നിൽക്കാതെ അദ്ദേഹം മടങ്ങി. CPM നേതാവ് P. കരുണാകരൻ, കോൺഗ്രസ് ഡെപ്യൂട്ടി ചീഫ് വിപ്പ് KC വേണുഗോപാൽ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.